SSLC മക്കളെ, അപ്പൊ അതാ നമ്മുടെ ഓണപരീക്ഷ ഇങ്ങ് അടുത്തല്ലേ. അപ്പൊ ഈ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്നും ആദ്യത്തെ 2-3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു തത്രപ്പാടിലായിരിക്കും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ തവണ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യമാണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ചെയ്തു നോക്കുക. അപ്പൊ ബയോളജിക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് ഈ ഓണപരീക്ഷയ്ക്കുള്ളത് അല്ലേ. അപ്പൊ ഈ 3 ചാപ്റ്റേഴ്സിലെ ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അതായത് ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്നാണ്. അപ്പം ഈ 2 ചാപ്റ്ററിൽ നിന്ന് ചിത്രങ്ങൾ ഉൾപ്പെടുന്ന 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ ചിത്രങ്ങൾ പഠിച്ചാൽ നമുക്ക് 8 മാർക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഈ തന്നിരിക്കുന്ന ഡയഗ്രാംസ്, അതായത് മിസ് എന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഡയഗ്രാംസ് പഠിപ്പിച്ചു തരാനാണ് അല്ലേ. അപ്പം നിങ്ങൾ ഷുവർ ആക്കിക്കോ, നിങ്ങൾ എഴുതി വെച്ചോടാ മക്കളെ. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന 2 ഡയഗ്രാംസ് ഈ പരീക്ഷയ്ക്ക് എന്തായാലും വന്നിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡയഗ്രാംസ് ആയിട്ട് പഠിക്കാം. ഈ തന്നിരിക്കുന്നത് നമ്മുടെ ന്യൂറോൺ അല്ലടാ, ദിസ് ഇസ് ന്യൂറോൺ അല്ലേ. ഇതെന്താണ്? ഇത് ന്യൂറോൺ അഥവാ നാഡീകോശമാണ്. അപ്പൊ നാഡീകോശത്തിലെ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാം, കാരണം നമ്മൾ ലൈവ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഭാഗങ്ങളും അതിന്റെ ധർമ്മവും നിങ്ങൾ പഠിക്കുക. ധർമ്മം വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഭാഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും ചിത്രം പകർത്തി വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അടയാളപ്പെടുത്തണം. ഇപ്പൊ മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ഓൾറെഡി ക്വസ്റ്റ്യനിൽ ചിത്രം തന്നിട്ടുണ്ടോ, ആ ചിത്രം നിങ്ങളോട് അവർ പകർത്തി വരയ്ക്കാൻ പറയും, റീഡ്രോ ചെയ്യാൻ പറയും. എന്നിട്ട് ആ ഭാഗങ്ങളുടെ ധർമ്മം ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഫങ്ഷൻസ് വെച്ച് നിങ്ങൾ ഏത് പാർട്ടാണ് ഏത് ഭാഗമാണെന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ വരച്ച ചിത്രത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തണം. ആ രീതിയിലാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കാണാറ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ന്യൂറോണിന്റെ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താനായിട്ട് പഠിക്കാം. ശരിക്കും പറഞ്ഞാൽ മിസ് ഇപ്പം ഓരോ ഡയഗ്രാംസ് ജസ്റ്റ് ലേബൽ ചെയ്യാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഫങ്ഷൻസ് ഉൾപ്പെടെ വരുന്ന വീഡിയോ ഞാനും ഗൗതമി മിസ്സും ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും പറയുക ഈ ഡയഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, വരയ്ക്കാൻ പഠിക്കണം, ലേബൽ ചെയ്യാൻ പഠിക്കണം എന്ന് കേട്ടോ. അവർക്ക് കിട്ടിക്കോട്ടടാ ഈ മാർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂറോൺ അഥവാ നാഡീകോശം. അപ്പൊ നമുക്കറിയാം ന്യൂറോൺ അഥവാ നാഡീകോശത്തിന്റെ ഈ ഒരു ഭാഗം അല്ലെ, ഇതെന്താണ്? ഇതാണ് സെൽ ബോഡി അഥവാ കോശ ശരീരം അല്ലെ. ഇതാണ് സെൽ ബോഡി അഥവാ നമുക്ക് എന്ത് വിളിക്കാം, കോശ ശരീരം. കോശ ശരീരം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്താണടാ, ഇത് ഏത് ഭാഗമാണ്? ഇത് ഡെൻഡ്രോൺ ആണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെൻഡ്രോൺ. ദിസ് ഇസ് കോൾഡ് ആസ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഞ്ചസ്, ഈ ശാഖകളെ നമ്മൾ എന്താ വിളിക്കുക? ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുക അല്ലെ. എന്ത് വിളിക്കുക മക്കളെ? ഡെൻഡ്രൈറ്റ്. ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം സെൽ ബോഡി അഥവാ കോശ ശരീരത്തിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉള്ളത്. മർമ്മം അഥവാ ന്യൂക്ലിയസ്. ഇനി ഈ വലിയ ഫിലമെന്റിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ നീളം കൂടിയ തന്തുവിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ആസ് ആക്സോൺ അല്ലെ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ആക്സോണിനെ വലയം ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഷ്വാൻ കോശങ്ങൾ, ഷ്വാൻ സെൽസ് കാണാൻ പറ്റും. ഷ്വാൻ സെൽസ് മാത്രമല്ല ഇവിടെ ലേബൽ ചെയ്യാൻ ചോദിക്കാറ്, മൈലിൻ ഷീത്തും ലേബൽ ചെയ്യാൻ ചോദിക്കും. നമുക്കറിയാം മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത് ഷ്വാൻ കോശങ്ങളാലാണ് അല്ലെ. അപ്പൊ മൈലിൻ ഷീത്ത്. ഓക്കെ, ഇനി ആക്സോണിന്റെ ഈ ബ്രാഞ്ചസിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഈ ഭാഗത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ ശാഖകളെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. എന്താണ് വിളിക്കുന്നത്? ആക്സോണൈറ്റ് അല്ലെ. ഇതാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ ടിപ്പില് ഇങ്ങനെ കുഞ്ഞി 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 എന്തുണ്ട്? ബാഗ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? സിനാപ്റ്റിക് നോബ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ന്യൂറോണിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സെൽ ബോഡി അഥവാ കോശ ശരീരം, ആക്സോൺ, ഷ്വാൻ കോശം, മൈലിൻ ഷീത്ത്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. അപ്പൊ ന്യൂറോൺ അഥവാ നാഡീകോശത്തിന്റെ സ്ട്രക്ചർ വരയ്ക്കാനും ലേബൽ ചെയ്യാനും ഇപ്പൊ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഭാഗമായിട്ടുള്ള ബ്രെയിനിലേക്ക് പോവാം. അപ്പൊ ഇത് നമ്മുടെ തലച്ചോറാണ് അല്ലെ, ബ്രെയിൻ അഥവാ മസ്തിഷ്കം. അപ്പൊ മസ്തിഷ്കത്തിലെ മൊത്തം നമുക്ക് 5 ഭാഗങ്ങളാണ് വരച്ചടയാളപ്പെടുത്താനായിട്ട് വരുന്നത്. ഏതൊക്കെയാണടാ? ഈ വലിയ ഭാഗത്തിന് എന്താ വിളിക്കുക? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം, ബ്രെയിനിലെ ലാർജസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് സെറിബ്രം അല്ലേ.
ഇതെന്താണ്? സെറിബ്രം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വലിയ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഇതാണ് രണ്ടാമത്തെ വലിയ ഭാഗം അല്ലെ. ഇത് സെറിബെല്ലമാണ്. ഇതിനെന്താ വിളിക്കുന്നത്? സെറിബെല്ലം. ഓക്കെ മക്കളെ, ഇതേതാ ഭാഗം? ഈ ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ഈ ഭാഗമാണ് തലാമസ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? തലാമസ്. തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഈ ഭാഗം കണ്ടോ നിങ്ങൾ? ഇതിനെന്താണ് വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഹൈപ്പോതലാമസ് അല്ലെ. ഇതാണ് ഹൈപ്പോതലാമസ്. ഇനി നമ്മൾ ഈ ഒരു തലച്ചോറിന്റെ താഴേക്ക് വരുമ്പം അതിന്റെ ബേസിലൊരു ഭാഗം ഉണ്ടല്ലോ, ഒബ്ലാങ്കട്ട. യെസ്, അതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഈ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ബ്രെയിനിലെ 5 ഭാഗങ്ങളും സിമ്പിൾ ആയിട്ട് ലേബൽ ചെയ്തില്ലടാ. ഏതൊക്കെയാ ഭാഗങ്ങള്? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചിത്രം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന. യെസ്, അപ്പൊ നമ്മുടെ സ്പൈനൽ കോഡില് കുറച്ചിങ്ങനെ ചാര നിറത്തിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലേ, ഈ എച്ച് ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ഭാഗം. ഇതിൽ നമ്മൾ എന്താ വിളിക്കുക? ഈ എച്ച് ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ഭാഗം അത് ഗ്രേ മാറ്റർ ആണ് കേട്ടോ. അതാണ് ഗ്രേ മാറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കുകടാ? ഈ ഒരു ഭാഗം, ഈ വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന ഭാഗം അല്ലെ, ഇതാണ് വൈറ്റ് മാറ്റർ. ഇതിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. സുഷുമ്നയുടെ മധ്യഭാഗത്ത് സെൻട്രലായിട്ട് ഒരു കുഞ്ഞു കനാല് കാണാൻ പറ്റും. ഈ കനാലിനെ നമ്മൾ എന്താ വിളിക്കുക? അതാണ് സെൻട്രൽ കനാൽ. ഈ സെൻട്രൽ കനാലിലാണ് ആരിയ്ക്കുന്നത്? സെറിബ്രോസ്പൈനൽ ദ്രവം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇരിക്കുന്നത് അല്ലെ. ഇനി മക്കളെ, നമ്മുടെ ഈ സ്പൈനൽ കോഡിലേക്ക് സെൻസറി ഇമ്പൾസ്, അതായത് സംവേദ ആവേഗങ്ങൾ വരുന്നുണ്ട് അല്ലെ. അത് ഏത് റൂട്ട് വഴിയാണ്? ഈ കാണുന്ന റൂട്ട് വഴി, ഈ കാണുന്ന റൂട്ട് വഴി അല്ലെ. ഈ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഡോർസൽ റൂട്ട്. ഡോർസൽ റൂട്ട്. അങ്ങനെയാണെങ്കിൽ പ്രേരക ആവേഗങ്ങൾ, മോട്ടോർ ഇമ്പൾസ് തിരിച്ചു പോകുന്നത് ഈ റൂട്ട് വഴിയല്ലേ. അതാണ് വെൻട്രൽ റൂട്ട് അല്ലെ. ഇതിനെന്ത് വിളിക്കും? വെൻട്രൽ റൂട്ട്. ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും കൂടി കൂടിയാൽ ഒരു സ്പൈനൽ നെർവായി അല്ല, ഒരു സുഷുമ്ന നാഡിയായി. അതായത് ഇതൊരു സുഷുമ്ന നാഡിയാണ്. ഇത് രണ്ടും കൂടി കൂടുന്നത് എന്താണ്? ഒരു സുഷുമ്ന നാഡി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്നയിൽ ലേബൽ ചെയ്യാനുള്ളത്. എന്തൊക്കെയുണ്ട്? വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ, സെൻട്രൽ കനാൽ, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്. ഇത് വളരെ സിമ്പിൾ ആണടാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ന്യൂറോണിലാണ് നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനുള്ളത്. ഇപ്പൊ ബ്രെയിനിലാണെങ്കിലും സ്പൈനൽ കോഡിലാണെങ്കിലും അത്രയും ഭാഗങ്ങൾ വരുന്നില്ല അല്ലെ, കുറച്ചും കൂടി സിമ്പിൾ ആണ്. അപ്പൊ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ 3. അതിൽ എനിക്ക് തോന്നുന്നു സുഷുമ്ന മാത്രമാണ് 3 മാർക്കിനോ 4 മാർക്കിനോ മാറി മാറി ചോദിക്കാറ്. ബ്രെയിനൊക്കെ 4 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. അതേപോലെ ന്യൂറോണും 4 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, യെസ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് കണ്ണിന്റെ ഘടന പഠിക്കാനില്ലടാ. കണ്ണിന്റെ ഘടന അല്ല, ഐന്റെ സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന്റെ ചോദ്യം. ഇതും 4 മാർക്കിന്റെ ചോദ്യമാണ്. ഐ അഥവാ കണ്ണ്. ഓക്കെ, അപ്പൊ കണ്ണിന്റെ ഘടന നമുക്ക് നോക്കാം. മക്കളെ നോക്കിക്കേ, ഈ ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ലൈറ്റിനെ ആദ്യം അകത്തേക്ക് കടത്തി വിടുന്ന ഈ ഭാഗത്തിന് എന്താ വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ആസ് കോർണിയ. ഇതെന്താണ്? ഇതാണ് കോർണിയ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗോ ഇതെന്താണടാ? ഇത് കൺജക്റ്റൈവ. ഇതാണ് കൺജക്റ്റൈവ. ഓക്കെ, കോർണിയയും കൺജക്റ്റൈവയും. ഇനി മക്കളെ നോക്കിക്കേ, ഈ ഒരു അറേനെ നമ്മൾ എന്താ വിളിക്കുക? ഈ ഒരു അറ, ഈ ചേംബറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഇസ് കോൾഡ് ആസ് എക്വസ് ചേംബർ അല്ലെ. എക്വസ് അറ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇതാണ് എക്വസ് അറ. എക്വസ് ചേംബറിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ്, ദ്രവം, അതാണ് എക്വസ് ദ്രവം. എക്വസ് ചേംബറിൽ എന്തുണ്ട്? എക്വസ് ദ്രവം. ഓക്കെ, ഇനി ഈ ഭാഗം എന്താണടാ? ഈ മധ്യഭാഗം ഇതെന്താണ്? അതാണ് പ്യൂപ്പിൾ. ഈ ഭാഗം എന്താണ്? പ്യൂപ്പിൾ ആണല്ലേ. ഇറ്റ് ഇസ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്തിന്റെ നടുക്ക ഇരിക്കുന്നേ? ഐറിസിന്റെ നടുക്കല്ലേ ഇരിക്കുന്നേ. അപ്പം ഇതാണ് ഐറിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതെന്താണടാ മക്കളെ? ഇത് ഐറിസ് ആണ്. ഇത് ഐറിസ് ആണ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ലെൻസ് അല്ലടാ.
നമ്മുടെ കണ്ണിലുള്ളത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ, അത് ലെൻസ് ആണ്. ഇനി ഈ ലെൻസിൽ നിന്ന് കുഞ്ഞി ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ടല്ലോ, നാര് പോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇത് ലിഗമെന്റ്സ് അല്ലെ? ഇത് ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ. ലിഗമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് സ്നായുക്കൾ എന്ന് വിളിക്കാം. ഈ സ്നായുക്കളാണ് ലെൻസിനെ എന്തിനോട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്? സീലിയറി പേശികൾ അഥവാ സീലിയറി മസിൽസ്. അപ്പോൾ അതാ ഈ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ. കണ്ടോ നിങ്ങൾ? ഇതാണ് സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ. ഓക്കെ, ഇനി ഈ വലിയ അറയെ നമ്മൾ എന്താ വിളിക്കുക? ഇതാണ് വിട്രിയസ് അറ അഥവാ വിട്രിയസ് ചേംബർ. എന്താണ് വിട്രിയസ് അറ അഥവാ വിട്രിയസ് ചേംബർ? ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു ദ്രവം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അതാണ് വിട്രിയസ് ഹ്യൂമർ. അതായത് വിട്രിയസ് ദ്രവം ഇരിക്കുന്നത് വിട്രിയസ് അറയിലാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ കണ്ണിന് ശരിക്കും 3 പാളികൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? ഏറ്റവും പുറമെ നമുക്ക് സ്ക്ലീറ അഥവാ ദൃഢപടലം, മധ്യഭാഗത്ത് കൊറോയിഡ് അഥവാ രക്തപടലം, ഏറ്റവും ഉള്ളിൽ റെറ്റിന അല്ലെ? ഇതില് ഈ കൊടുത്തിരിക്കുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ കണ്ടോ? അതായത് ഏറ്റവും പുറമെ കൊടുത്തിരിക്കുന്ന ബാഹ്യപാളി കണ്ടോ? ഇതാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ. ഇതിന്റെ മധ്യഭാഗത്ത് വരുന്ന പാളി കണ്ടോ? ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് അതാണ് രക്തപടലം അഥവാ കൊറോയിഡ്. ഏറ്റവും ഉള്ളിൽ വരുന്ന, ഏറ്റവും അകത്ത് വരുന്ന ഇന്നർ മോസ്റ്റ് ലെയർ, ഏറ്റവും ഉള്ളിൽ വരുന്ന പാളി അല്ലേ? ആന്തരപാളി. ഈ ഉള്ളിലത്തെ പാളി, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇത് റെറ്റിനയാണ്. അപ്പൊ റെറ്റിനയില് ഫോട്ടോ റിസപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹികൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗത്തിന് എന്താണ് വിളിക്കുക? ഈ ഭാഗത്തിന് എന്താണ് വിളിക്കുക? അതാണ് യെല്ലോ സ്പോട്ട്, പീതബിന്ദു. അങ്ങനെയാണെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് അഥവാ പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത റെറ്റിനയുടെ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഈ ഭാഗം, ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെ? ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു. ഇതാണ് അന്ധബിന്ദു. ഓക്കെ, ഇനി ഇമ്പൾസുകളെ, ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന നാഡി, നേത്രനാഡി. ഏതാണ് നേത്രനാഡി? ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദുവിന്റെ ഭാഗത്തു നിന്നാണ് ഈ നേത്രനാഡി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഇതാണ് നേത്രനാഡി. ഇതാണ് എന്തെന്ന് പറയുന്നത്? നേത്രനാഡി എന്ന് പറയുന്നത്. നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡി. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? നമ്മുടെ കണ്ണില് പഠിക്കാനുള്ളത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? കോർണിയ, പ്യൂപ്പിൾ, ഐറിസ്, എക്വസ് ചേംബർ, വിട്രിയസ് ചേംബർ. പിന്നെ ഇവിടെ നടുക്ക് എന്തുണ്ട്? ലെൻസ് ഉണ്ട് അല്ലെ? സീലിയറി മസിൽസ്, ലിഗമെന്റ്സ് നമ്മൾ പറഞ്ഞു. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവ്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം പോലെ ഭാഗങ്ങൾ, തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് നമ്മുടെ ഐ അഥവാ കണ്ണിന്റെ ഘടനയിലാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി ലാസ്റ്റത്തതാണ് നമ്മുടെ ഇയർ അഥവാ ചെവി. അപ്പൊ ചെവി അധികവും കുട്ടികൾ സ്കിപ്പ് ചെയ്യും. കാരണം അവർ വിചാരിക്കുന്നത് ചെവി വരയ്ക്കാൻ വരില്ല, അടയാളപ്പെടുത്താൻ വരില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നാണ്. പക്ഷേ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ ചെവിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഔട്ടർ ഇയർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇയർ, അതായത് ബാഹ്യകർണം. ആന്തരകർണം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആടാ. ബാഹ്യകർണം അതാണ് എക്സ്റ്റേണൽ ഇയർ അഥവാ ഔട്ടർ ഇയർ. മധ്യകർണമാണ് മിഡിൽ ഇയർ. ഇന്റേണൽ ഇയർ എന്ന് പറയുന്നത് ആന്തരകർണം. ഓക്കെ, ഔട്ടർ ഇയർ അഥവാ ബാഹ്യകർണത്തിൽ ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ടടാ? ഈ കാണുന്ന നമ്മുടെ പിന്ന, ചെവിക്കുട അഥവാ പിന്ന. ഇനി ഈ വഴി കണ്ടോ നിങ്ങൾ? ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതാണ് കർണനാളം അഥവാ ഓഡിറ്ററി കനാൽ അഥവാ കർണനാളം. ഇനി ഇതെന്താണടാ? ഈ കുഞ്ഞി പാട, അതാണ് നമ്മുടെ കർണപടം അല്ലെ? ഇതിനെ വിളിക്കുന്ന പേരെന്താ? കർണപടം അഥവാ ടിംപാനം. നമ്മളെ ഇയർ ഡ്രം ആണിത്, ടിംപാനം അഥവാ കർണപടം. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് ബാഹ്യകർണം എക്സ്റ്റേണൽ ഇയറിൽ വരുന്നത്. ഇനി ഇന്റേണൽ ഇയറിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ കൊടുത്തിരിക്കുന്ന ഭാഗം, ഇതാണ് അസ്ഥി ശൃംഖല. എന്താണ് വിളിക്കുന്നത്? അസ്ഥി ശൃംഖല അല്ലെ?
ഈ കംപ്ലീറ്റ് ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? അസ്ഥി ശൃംഖല, ഇയർ ഓസിക്കിൾസ്. ഓക്കെ, ഇയർ ഓസിക്കിൾസിലെ ആദ്യത്തെ ഭാഗമാണ് മാലിയസ്. ഇതാണ് മാലിയസ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്താടാ? ഈ ഭാഗം എന്താ? ഇത് മാലിയസ് ആണെങ്കിൽ ഇത് ഇൻകസ്. ഇതെന്താണ്? ഇൻകസ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഇതാണ് സ്റ്റേപ്പസ്. ഇതെന്താണ്? സ്റ്റേപ്പസ്. സ്റ്റേപ്പസ് എന്തിനോട് കണക്റ്റഡാ? എന്തുമായിട്ടാ ജോയിൻ ചെയ്യുന്നേ? ഒരു കുഞ്ഞു വിൻഡോ ഉണ്ടല്ലോ ഇവിടെ. ഈ കുഞ്ഞു വിൻഡോനെ നമ്മൾ എന്താ വിളിക്കുക? ഇതാണ് ഓവൽ വിൻഡോ. ഇത് എന്ത് വിൻഡോ ആണടാ? ഓവൽ വിൻഡോ അല്ലേ? ഓവൽ വിൻഡോ. അപ്പം ഇതെന്താണ്? റൗണ്ട് വിൻഡോ അല്ലേ? ഇതെന്താണ്? റൗണ്ട് വിൻഡോ അല്ലേ? സർക്കുലർ ആയിട്ട് അല്ലെങ്കിൽ വട്ടത്തിൽ റൗണ്ട് ആയിട്ട് കാണുന്നത് റൗണ്ട് വിൻഡോ. ഓക്കെ, നമുക്കിനി ഈ ഒരു മിഡിൽ ഇയർ, അതായത് മധ്യകർണത്തിലാണല്ലോ ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ അസ്ഥിശൃംഖല വരുന്നത്. അവിടെ തന്നെ നമുക്ക് യൂസ്റ്റേഷ്യൻ നാളി പഠിക്കാനുണ്ട്. എന്ത് പഠിക്കാനുണ്ട്? യൂസ്റ്റേഷ്യൻ നാളി. അപ്പൊ ഈ ഭാഗമൊക്കെ എന്താണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ് അല്ലെ? ഇതൊക്കെ എന്താണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് അഥവാ യൂസ്റ്റേഷ്യൻ നാളി. ഓക്കെ, ഇനി നമുക്ക് ഇന്റേണൽ ഇയർ അഥവാ നമ്മുടെ ആന്തരകർണത്തിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കാനുണ്ടടാ? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലേ? അതായത് ചെവി കേൾക്കാൻ സഹായിക്കുന്ന ആള് കോക്ലിയ. ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഭാഗം, ഇതാണ് കോക്ലിയ. ഈ ഭാഗമാണ് കോക്ലിയ. ഓക്കെ, ഇനി ഈ ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ഇതാണ് വെസ്റ്റിബ്യൂൾ. ഈ ഭാഗമാണ് വെസ്റ്റിബ്യൂൾ. ഓക്കെ, ഇനി ഇതെന്താണ്? ഇതാണ് സെമി സർക്കുലാർ കനാൽ, അർദ്ധവൃത്താകാര കുഴലുകൾ അല്ലെ? സെമി സർക്കുലാർ കനാൽ, അർദ്ധവൃത്താകാര കുഴലുകൾ. രണ്ട് നാഡിയാണ് ചെവിയിൽ നിന്ന് പുറപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഓഡിറ്ററി നെർവ്. ഇതാണ് ഓഡിറ്ററി നെർവ്, ശ്രവണ നാഡി എന്ന് പറയാം അല്ലെ? ശ്രവണ നാഡി. ഇനി ഇതെന്താണ്? ഇതും ഇതും എന്താണ്? ഇത് രണ്ടും വെസ്റ്റിബുലാർ നാഡിയാണ്, വെസ്റ്റിബുലാർ നെർവ്. ഓക്കെ, യെസ്, ഇത്രയേ ഉള്ളൂ ചെവിയുടെ ഭാഗങ്ങൾ. സെറ്റ് ആയല്ലോ? അപ്പൊ ചെവിയുടെ ഭാഗവും നമുക്ക് അധികം തന്നെ പഠിക്കാനുണ്ട്. ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പഠിച്ചോളാം. പിന്നെ ഓഡിറ്ററി കനാൽ, ടിംപാനം, ഇയർ ഓസിക്കിൾസ്, യൂസ്റ്റേഷ്യൻ ട്യൂബ്, പിന്നെയോ സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, പിന്നെ രണ്ട് നെർവ്സ്, വെസ്റ്റിബുലാർ നെർവും ഓഡിറ്ററി നെർവും, നാഡികളും. ഇത്രയും നിങ്ങൾ അടയാളപ്പെടുത്താൻ പഠിക്കുക. കഴിഞ്ഞു. സോ നമ്മൾ ഈ ഒരു ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ ഉറപ്പുള്ള 5 ഡയഗ്രാംസ്, അതായത് സ്ട്രക്ചേഴ്സ്, എന്താ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ചിത്രങ്ങൾ അല്ലേ, ഘടനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മക്കളെ. ഇത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്ക് പ്രതീക്ഷിക്കാം. സോ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.